പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായം 13 വാക്യം. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. പ്രിയ ദൈവമക്കളെ, ഒരമ്മയുടെ സ്നേഹം, ആ ആശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല. ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഒരു മാതാവിൽ നിന്ന് ആ ഒരു ആശ്വാസം കണ്ടെത്തുന്നത്? ഏത് കരച്ചിലിൻ്റെ മധ്യത്തിലും എത്ര ഉച്ചത്തിൽ കരയുന്ന ഏത് കുഞ്ഞിൻ്റെയും കരച്ചിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കുവാൻ ഹല്ലേലൂയ ആ അമ്മയ്ക്ക് കഴിയും. ഹല്ലേലൂയ. അതായത് പെറ്റമ്മയുടെ ആ ചുംബനവും ആ വാത്സല്യവും ഒരു കുഞ്ഞ് എങ്ങനെ ഹല്ലേലൂയ അതായത് എങ്ങനെയാണ് അത് അനുഭവിക്കുന്നത്, ആ അമ്മയിൽ നിന്നുള്ള ആ സ്നേഹം ആ കുഞ്ഞ് അനുഭവിക്കുന്നത്, അന്നേരത്തേക്ക് അതിൻ്റെ വേദനയും അതിൻ്റെ പ്രയാസവും എല്ലാം മറന്നു പോകും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു കുഞ്ഞിൻ്റെ ഏത് കരച്ചിലിനെയും അടക്കുവാൻ തൻ്റെ അമ്മയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ. അമ്മ ആശ്ലേഷിക്കുന്നത് പോലെ, മാറോട് ചേർത്തണയ്ക്കുന്നത് പോലെ നമ്മുടെ ദൈവവും നമ്മെ മാറോട് ചേർത്തണയ്ക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്വന്തം പെറ്റമ്മയേക്കാൾ സ്നേഹിക്കുന്ന, കരുതുന്ന നല്ലൊരു മാതൃഹൃദയം നമ്മുടെ ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15 പറയുന്നുണ്ട്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കുവാൻ എങ്ങനെ സാധിക്കും? ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പെറ്റമ്മ മറന്നു കളയുന്ന സമയങ്ങളാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം കൊണ്ട് തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുവാൻ പെറ്റമ്മ ഹല്ലേലൂയ പല വഴികളും നോക്കുന്നതായിട്ട് നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, അവർ മറന്നു കളഞ്ഞാലും ഞാൻ മറക്കയില്ല. ഹല്ലേലൂയ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ഒരു ആശ്വാസം കണ്ടെത്തുവാൻ, ഒരു സന്തോഷം കണ്ടെത്തുവാൻ, ഒരു ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ നമ്മുടെ അപ്പച്ചനാണ് ഉള്ളത്. ഹല്ലേലൂയ. അമ്മയും മാതൃഹൃദയങ്ങൾ ഹല്ലേലൂയ അതായത് കൂട്ടു സഹോദരങ്ങളെല്ലാം നമ്മളെ മറന്നു കളയുന്ന സന്ദർഭങ്ങളെ ഒരു നിമിഷത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയ മക്കളെ ഹല്ലേലൂയ ഒരിക്കലും കൈവിടാത്ത അപ്പച്ചൻ. അതായത് നാം വിചാരിക്കും ഇവരാരും നമ്മളെ കൈവിടുകയില്ല, നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടെന്ന് നമ്മളെ ഹല്ലേലൂയ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു നിമിഷത്തിൽ അവർ നമ്മെ തള്ളിക്കളയും. അത് നമുക്ക് ഒട്ടും സഹിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ നമ്മുടെ അപ്പച്ചൻ ഏതു നേരത്തും സ്നേഹിക്കുകയും ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരട്ടെ, ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മെ ഹല്ലേലൂയ ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ അപ്പച്ചൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മോടുള്ള ദൈവീയ കരുതലാണ് പ്രിയ മക്കളെ ഓരോ ദൈവീയ വാക്കുകളിൽ ഹല്ലേലൂയ നിറഞ്ഞു നിൽക്കുന്നത്. ഹല്ലേലൂയ. 27 സങ്കീർത്തനം 10 വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദാവീദ് ഇങ്ങനെ പറയണമെങ്കിൽ ഹല്ലേലൂയ ആ ദാവീദിന് ദൈവത്തിലുള്ള ആ ഒരു നല്ല ഒരു ഉറപ്പാണ്. ഹല്ലേലൂയ. മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചെങ്കിലും യഹോവ എന്നെ ചേർത്തു പിടിക്കും. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും പറയുവാനുള്ളത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ. പലപ്പോഴും തള്ളിക്കളയുന്ന അവസ്ഥകൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം അഭയം പ്രാപിക്കുന്ന നമ്മുടെ അപ്പനിലാണ്. ഹല്ലേലൂയ. ചേർത്തു പിടിക്കുന്ന അപ്പനിലാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. പ്രിയ മക്കളെ, യെരൂശലേം തൻ്റെ മക്കളെ പോറ്റി വളർത്തി ശുശ്രൂഷിക്കുന്ന ഒരമ്മയോട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. യെരൂശലേമിൽ സമാധാനം ഉണ്ടായിരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ആശ്വാസമായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യെരൂശലേമിൽ സമാധാനവും ദൈവമഹത്വവും അനുഭവിക്കുവാൻ
പ്രാപിക്കുവാൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഒരു ദേശമാണ് യെരൂശലേം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ജനനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണം ഇവയെല്ലാം ഹല്ലേലൂയ കർത്താവ് അടങ്ങിയ ഒരു നഗരമാണ് ഈ യെരൂശലേം എന്ന് പറയുന്നത്. നോക്കൂ, അവിടെയാണ് നമുക്ക് ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുന്നത് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നാം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, യെരൂശലേമിനെ നോക്കി യേശു വിലപിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 23:37 യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഹല്ലേലൂയ. പ്രീതി മക്കളെ, പലപ്പോഴും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. പക്ഷേ അതിനെയെല്ലാം വിസമ്മതിച്ച് തൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ഓരോ മക്കളും കടന്നു പോയിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ, മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ നാം എത്രമാത്രം കുറ്റങ്ങൾ ചെയ്താലും പാപങ്ങൾ ചെയ്താലും അതൊക്കെ മറന്നു കളയുന്ന അപ്പനാണ്. നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമ്മെ താലോലിക്കുവാൻ, നമ്മുടെ കുറവുകൾ തീർത്തു തരുവാൻ നമ്മുടെ അപ്പച്ചൻ നമ്മോട് കൂടെയുള്ളപ്പോൾ പലപ്പോഴും നമ്മൾ അതൊക്കെ വിസമ്മതിച്ച് പാപ വഴികൾ നമ്മൾ ഹല്ലേലൂയ തെരഞ്ഞെടുത്ത് അതിനുള്ളിലേക്ക് നമ്മളായിത്തീരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിരസിച്ച് മനുഷ്യരുടെ ഇഷ്ടത്തെ സാക്ഷീകരിക്കുന്നതാണ് കർത്താവ് ഇവിടെ നമുക്ക് കണ്ണുനീരത്തിൻ്റെയും ഈ സങ്കടത്തിൻ്റെ ഈ വാക്യം നോക്കൂ. ഹല്ലേലൂയ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര മനസ്സായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കോ മനസ്സായില്ല. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താണ്? ഹല്ലേലൂയ. എത്രയെത്ര നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ യൗവനക്കാരാണ് ദൈവഹിതമില്ലാത്ത വഴിയിലൂടെ കടന്നു പോകുന്നത്. മാതാപിതാക്കൾക്ക് കണ്ണുനീര്. ഹല്ലേലൂയ. ഒരിക്കലും മാതാപിതാക്കൾ നിശ്ചയിക്കാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തില് തൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കണം. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ അപ്പച്ചന് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. എപ്പോഴും നമ്മുടെ അപ്പച്ചൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് വഴിയിൽ കടന്നു പോകുന്നോ, മകനെ മകളെ ഇതാണ് നല്ല വഴിയെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അതുവഴി അവർ പോകാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ നാളുകളിൽ സഞ്ചരിക്കുന്നത്. പ്രിയ മക്കളെ, ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഓലോലോ കണ്ണുനീർ ഒഴുക്കിയെങ്കിൽ മാത്രമേ ഈ തലമുറകൾ നിലനിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. നാം കണ്ണുനീർ ഒഴുക്കുമ്പോൾ അതിൻ്റെ മറുപടി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ മാർവിൽ ആശ്വാസം കണ്ടെത്തി അവിടുത്തെ വാത്സല്യം മനസ്സിലാക്കി നമുക്ക് ഉറങ്ങുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ ഹല്ലേലൂയ അമ്മമാരോട് ചേർത്തണച്ച് ഹല്ലേലൂയ അതിനെ ഒക്കത്തിട്ട് ഹല്ലേലൂയ എങ്ങനെ ഉറക്കുന്നോ അതിലുപരിയായിട്ടാണ് നമ്മുടെ അപ്പച്ചൻ നമ്മെ ഹല്ലേലൂയ ഉറങ്ങുവാൻ സഹായിക്കുന്നത്, സമാധാനവും സന്തോഷവും തരുന്നത്. ഹല്ലേലൂയ. എന്നും നമ്മോട് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21:4 പറയുന്നുണ്ട്, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. ആശ്വാസം കണ്ടെത്തുവാൻ നാം കർത്താവിൻ്റെ മാർവിൽ തലവെച്ചു കൊടുത്താൽ മതി. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. എത്രമാത്രം ദുഃഖങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ആ ദുഃഖമെല്ലാം സന്തോഷകരമാക്കി മാറ്റുവാൻ അപ്പച്ചന് കഴിയും. പ്രിയ മക്കളെ, അപ്പച്ചനുള്ള ആശ്വാസം നമ്മൾ കണ്ടെത്തുന്നവരായി ഈ ദിവസങ്ങളിൽ കർത്താവിൽ കൂടുതൽ ആശ്രയം വെച്ച് നാം മുന്നേറണം. നമ്മെ തന്നെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നില്ല
കിട്ടുന്നില്ല എങ്കിൽ അപ്പനിലൂടെ ആശ്വാസം കണ്ടെത്തുവാൻ, ഇന്നത്തെ ഈ വചനത്തിലൂടെ ആശ്വാസം കണ്ടെത്തുവാൻ എൻ്റെ അപ്പ സഹായിക്കണമേ. അപ്പൻ്റെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും ഏൽപ്പിക്കുവാൻ കർത്താപ്പച്ചൻ്റെ ഹാലലുയ ആ ആശ്വാസം പ്രാപിച്ചു മുന്നേറുവാൻ സഹായിക്കണമേ. താഴ്ത്തി സമർപ്പിക്കുന്നപ്പ എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപയെ പൊതിയണമേ. അങ്ങയുടെ വരവിനായി നോക്കി പാർക്കുവാൻ ഓരോ മക്കളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാവിധത്തിലുള്ള മാനവും മഹത്വവും കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹാലേലൂയ. സ്തോത്രം.